Thing will stress you out. I think I'll stop at this and take questions. Wow. Thank you, Dr. Disha Pillai. Thank you very much for that very, very insightful speech today. I'm sure there may be a lot of questions which will be pouring in. I now request our past President Sri Kumar Menon to handle the question and answer session. Thank you, Bala. First of all, Disha, welcome back. You spoke when I was the president in 2018. You just mentioned that. So it was so nice to hear from you again. But only this time, I find that from a cardiologist, you have gone to a psychiatrist, to a motivator, to a wellness coach. Quite a different, set of, I would say, saris that you have been wearing along the way. Anyway, excellent, because the kind of depth in which you go in so much ease is really highly appreciable. Well, I think to start the question answer, I think I'll start with the question on my own, wherein you mentioned that oxytocin is one of the good things that one should be having in their life. So I was just thinking, Mada Amardhanamai tends to hug everybody, who they see. So I think she probably does a great thing in, doing that. Yeah. Comments on that? Definitely. ഈ കഡലിംഗ് ഹോർമോണിന്റെ അമ്മ കെട്ടിപ്പിടിക്കുമ്പം പലരും കരയാറുണ്ട് എന്നുള്ളത് ആൾക്കാർ പറയുന്ന കാര്യമാണ്. ബിക്കോസ് ഓൾ അഡൽട്സ് വാണ്ട് ടു ബി ഹഗ്ഡ്. അതാണ് സത്യം. എല്ലാവരും നമ്മൾ ആസ് ഹ്യൂമൻ ബീങ്സ് നമ്മളെ ആരെങ്കിലും ഒന്ന് ചേർത്ത് പിടിക്കണം എന്ന് ആഗ്രഹിച്ചാണ് നമ്മൾ എപ്പോഴും നടക്കുന്നത്. ആൻഡ് ക്വൈറ്റ് ഓഫൻ വി ഡോണ്ട് ഗെറ്റ് ഹഗ്ഡ് ആസ് മച്ച്. അപ്പൊ അമ്മ ഒരാളെ കെട്ടിപ്പിടിക്കുമ്പോ എന്റെ മോനെ, എന്റെ മോളെ, ദാറ്റ്സ് വാട്ട് ഷീ സേസ് അല്ലെ. അങ്ങനെ അമ്മ പറഞ്ഞു, മക്കളെ മക്കളെ മക്കളെ, മോനെ മോനെ മോനെ. അപ്പൊ ഈ ഒരു കഡ്ലിങ് അത് നമ്മുടെയൊക്കെ ഒരു ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ സ്ട്രെസ് എല്ലാം എടുത്തുകൊണ്ട് നടക്കുമ്പോൾ നമ്മളെ ആരെങ്കിലും അങ്ങനെ ഒന്ന് കെട്ടിപ്പിടിച്ചത്, അതാ ഞാൻ ഇപ്പൊ കുറച്ച് മുമ്പേ പറഞ്ഞത്, ആൺകുട്ടിയായ കരയാൻ പാടില്ല. 5 വയസ്സ് മുമ്പ് വരെ നമ്മളോട് ആരും അത് പറയുന്നില്ല, കരയാൻ പാടില്ല. നമ്മൾ കരയാൻ പാടില്ല, നമ്മൾ ചിരിക്കാൻ പാടില്ല, നമ്മൾ ഇങ്ങനെ ഒരു ഗ്രിൻ മാത്രമേ വെക്കൂ, ഉറക്ക ചിരിക്കുക പോലും ഇല്ല. ഈവൻ സ്ത്രീകൾ പോലും ഉറക്ക സംസാരിക്കാൻ പാടില്ല, ഉറക്ക ചിരിക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെ. അപ്പൊ നമ്മളെ ഇങ്ങനെ സപ്രസ് ചെയ്ത് പിടിച്ചേക്ക. യു ആർ നോട്ട് ബീയിങ് ഹൂ യു ആർ. അപ്പൊ ആരെങ്കിലും നമുക്ക് ഒരുപാട് വിഷമങ്ങളുള്ള സമയത്ത് നമ്മളെ ആരെങ്കിലും ഒന്ന് കെട്ടിപ്പിടിച്ച് സാരയില്ല എന്നൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് വിചാരിച്ച് നടക്കുന്നവരാ പലരും. ആൻഡ് അതിനൊരു അവസരം ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. അണ്ടിൽ യു സീ അമൃതാനന്ദമയി. അമ്മ ആയതുകൊണ്ട് അമ്മ കെട്ടിപ്പിടിക്കുമ്പോൾ ഇറ്റ്സ് ഓക്കെ. അതേ കണക്കിന് ഇപ്പൊ നമ്മുടെ ഒരു നല്ല സുഹൃത്ത്, ഒരു പെൺ സുഹൃത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ എന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങളൊരു ചേച്ചിയെ പോലെ സ്നേഹിക്കുന്ന ഒരാൾ, നിങ്ങളെക്കാട്ടി 2-3 വയസ്സ് മൂത്ത ആളാ, ചെന്നിട്ട് ഒരു വിഷമം പറഞ്ഞു, സാരയില്ലടാന്നും പറഞ്ഞ് ആ ചേച്ചി ഒന്ന് കെട്ടിപ്പിടിക്കാൻ നമ്മൾ സോഷ്യലി അത് അക്സെപ്റ്റബിൾ ആണോ? സോഷ്യലി അക്സെപ്റ്റബിൾ അല്ല. അല്ലാത്തത് കൊണ്ട് വി ഡോണ്ട് ഡു ഇറ്റ്. നോട്ട് ബിക്കോസ് നമുക്ക് മാനസികമായിട്ട് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പാടില്ലേ പലരോടും. അങ്ങനെയൊക്കെ ആവാം. അതിനുള്ള ഒരു മാനസിക വളർച്ച ഉണ്ടെങ്കിൽ ദാറ്റ്സ് ഓൾ ഫൈൻ. ഞാൻ പറയുന്ന, അല്ലെങ്കിൽ ആ തരത്തിലൊരു പാർട്ട്ണർ നമുക്കുണ്ടെങ്കിൽ, നമ്മുടെ ഭാര്യ അങ്ങനെയാണെങ്കിൽ, ഭർത്താവ് അങ്ങനെയാണെങ്കിൽ, കെട്ടിപ്പിടിച്ചിട്ട് സാരയില്ലടി പോട്ടെ എന്ന് പറയുന്ന ഒരു ഭർത്താവ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഇറ്റ്. പക്ഷെ പല സാധാരണക്കാരനും ഹാവ് നോ ആക്സസ്. ഒരു 50 വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ പീപ്പിൾ ഡോണ്ട് കെയർ എനിമോർ. അതാ പ്രശ്നം. Okay, now the forum is open, so those who would like to ask a question, please go ahead. I think all are in the de-stressing mood, I think. Hello. Yeah. Hello. കേൾക്കുന്നുണ്ട്, പറയ്. Yes, Hari. ഓക്കെ. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത്, ഈ സ്ട്രെസ് റിലീസ് ചെയ്യാനായിട്ട് 2 ആൽക്കഹോൾ 2 പെഗ് കഴിക്കുന്നതിനെ കുറിച്ച് ഡോക്ടറുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആൽക്കഹോൾ ഇസ് നോട്ട് എ ഡീസ്ട്രെസ്. അത് ആക്ച്വലി എനിക്ക് ഹരിയേട്ടൻ കേൾക്കാൻ ഉദ്ദേശിച്ച ഉത്തരമല്ല ഞാൻ പറയാൻ പോണത്. അപ്പൊ 2 തരത്തിൽ അതിനെ കാണാം. അപ്പൊ അത് ഞാനൊരു കാർഡിയോളജിസ്റ്റ് ആയിട്ടാണ് ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നതെങ്കിൽ ഐ വിൽ ഹാവ് ടു ടെൽ യു, പിന്നെ ആൽക്കഹോൾ ഇസ് ഹെൽപ്ഫുൾ. അത് പിന്നെ വല്ലപ്പോഴും ഒരു ഡ്രിങ്ക് എടുക്കുന്നത് ഹൃദയത്തിന് നല്ലതാണ് എന്ന് അങ്ങനെയാണ് അതിന്റെ സ്റ്റഡീസ് ഹാവ് ഷോൺ. പക്ഷേ ആൽക്കഹോൾ ഹാസ് നെവർ ബീൻ അഡ്വൈസ്ഡ് ആസ് എ സ്ട്രെസ് റിലീവിംഗ് മെഡിസിൻ. അതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ, നമ്മൾ സ്ട്രെസ് ആണ് ആൽക്കഹോൾ ഉപയോഗിക്കാനുള്ളതിന്റെ റീസൺ എങ്കിൽ ഡീസ്ട്രെസ് ചെയ്യാൻ നമുക്ക് കൂടുതൽ ആൽക്കഹോൾ വേണ്ടി വരും. ദാറ്റ് ഇസ് വൈ. അപ്പോ ഇപ്പൊ നമ്മളൊരു ഒരു ഹാർട്ടിന്റെ റീസണിന് വേണ്ടിയിട്ട് ഒരു മെഡിസിൻ എന്നുള്ള രീതിയിൽ എടുക്കുകയാണെങ്കിൽ നമ്മളൊരു ഫിക്സഡ് ഡോസിലാണ് അത് എടുക്കുക. അത് മതിയാവും.
പക്ഷെ സ്ട്രെസ് റിലീഫിന് എടുത്താൽ ഇന്ന് ഒരു പെഗ് കൊണ്ട് റിലീവ് ചെയ്യുന്ന സ്ട്രെസ് നാളെ 2 പെഗ് കൊണ്ട് റിലീവ് ആവുള്ളൂ, മറ്റന്നാൾ 3 പെഗ് വേണ്ടി, ആൻഡ് ദെൻ ഇറ്റ് ബിക്കംസ് എ ക്രോണിക് അഡിക്ഷൻ. സോ ഇറ്റ് ഹസ് നോട്ട് ബീൻ റെക്കമെൻഡഡ് ഇൻ സ്ട്രെസ് മാനേജ്മെന്റ്. അപ്പൊ സ്ട്രെസ് ഹാപ്പി ആയിട്ടുള്ള ഒരു മൂഡിൽ നമ്മൾ കഴിക്കണമെന്നെ കുറിച്ച് എന്താ അഭിപ്രായം? നമുക്കിപ്പോ ഒരു മെന്റൽ സ്ട്രെസ് അല്ല, നമ്മള് ഹാപ്പി ആണെങ്കിൽ നമുക്ക് വെള്ളം കുടിച്ചാലും ഹാപ്പിയാ. Happiness is in your thought area, not about what you eat or drink. Okay, carry on. Yeah. Ajit would like to ask you. Yeah, okay. ദീപചേച്ചി കേൾക്കണുണ്ടോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. നമ്മുടെ പ്രൊഫഷനിലൊക്കെ കുറച്ചും കൂടെ നന്നായി നമുക്ക് റിസൾട്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി റെസിലൻസ് ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് ഒരു മാർഗങ്ങൾ? ശരിക്കും നമ്മൾ ചിലപ്പോൾ ഡള്ളായി പോകും, ചിലപ്പോൾ ഒരു ക്ലയന്റ് ഇന്ററാക്ഷൻ കൊണ്ടും ഒക്കെ. അപ്പോൾ കുറച്ച് നമുക്കൊന്ന് ഭയങ്കര പോസിറ്റീവായിട്ട് ഇരിക്കാന്നുണ്ടെങ്കിൽ ഐ ഫീൽ ദാറ്റ് കുറച്ച് റിസലൻസ് ഉണ്ടാക്കുവാണെങ്കിൽ നല്ലതാണുള്ളത്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു പോസിറ്റിവിറ്റി മറ്റുള്ള സ്റ്റാഫിനും മറ്റുള്ളവർക്കും ഒക്കെ ആക്കി കൊടുക്കാം. കാരണം ഇവിടെ കോർപ്പറേറ്റിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴും ബിസിനസ് ചെയ്യുമ്പോഴും ഒക്കെ അത് ഏത് ലെവല് വരെയും പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എപ്പോഴും ഒരു ഇതെന്താ പറയുക ഇന്ത്യയില്. അപ്പോ റെസിലിയൻസ് നമ്മള് പ്രത്യേകിച്ച് റെസിലിയൻസ് ബിൽഡപ്പ് എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങളാണ് അതിനകത്ത്. നമ്മൾ സ്ട്രെസ് ക്ലബിൽ നിന്ന് മാറി റെസിലിയൻസ് ക്ലബിൽ ആകണം എന്നുള്ളത് ആദ്യത്തെ കാര്യം. അതായത് യു ഡോണ്ട് ടോക്ക് സ്ട്രെസ്, അതാണ് ഫസ്റ്റ് തിങ്. അതായത് നമ്മളിപ്പോ പലപ്പോഴും ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, അയ്യോ ഇന്ന് എനിക്ക് എന്തോ ഒരു പ്രശ്നമായിരുന്നു എന്നറിയാം, ആ പ്രശ്നം നമ്മളൊരു 50 പ്രാവശ്യം റീട്രേറ്റ് ചെയ്യും. ആ റീട്രേറ്റ് ചെയ്യുന്നതോറും യു ആർ ടെല്ലിങ് യുവർ ബ്രെയിൻ ദാറ്റ് യു വെർ വറീഡ്, യു വെർ സ്ട്രെസ്ഡ് ഔട്ട്, യു വെർ. അപ്പൊ ആ ബ്രെയിൻ ഇസ് തിങ്കിങ് ഓക്കെ ദിസ് പേഴ്സൺ നീഡ്സ് മോർ സ്ട്രെസ് സപ്പോർട്ട്. ആ സ്ട്രെസ് സപ്പോർട്ട് തന്നോണ്ടിരിക്കുകയാണ്, മോർ കോർട്ടിസോൾ, മോർ അഡ്രിനലിൻ, മോർ ഇത്. അപ്പൊ അതുകൊണ്ടാണ് നമുക്കൊരു ലോങ് ഡേ കഴിഞ്ഞ് വരുമ്പോൾ തലവേദന മാറാത്ത. കാരണം ഈ ഓക്സിപിറ്റോ ഫ്രണ്ടാലിസ് ഇസ് നോട്ട് ഏബിൾ ടു റിലാക്സ്. അത് അപ്പോഴും അങ്ങനെ ടൈറ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് ചെയ്യേണ്ട എന്താന്ന് വെച്ചാല് ആ സ്ട്രെസ് എപ്പോഴും സ്ട്രെസ് ഫീൽ ചെയ്യുമ്പോഴും ആ കറേജ് റിയാക്ഷൻ ആണ് മനസ്സിലാദ്യം വരേണ്ടത്. ഓക്കെ, ഇതൊരു ചലഞ്ചാണ്, ഐ എം ഗോയിങ് ടു ഡീൽ വിത്ത് ഇറ്റ്. അതൊന്നാമത്തത്. രണ്ടാമത്തത് ഈ ഡോണ്ട് ടോക്ക് സ്ട്രെസ്, ഇത് വീണ്ടും റീട്രേറ്റ് ചെയ്യാതിരിക്കുക. മൂന്നാമത്തത് BMW തന്നെയാണ്. ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞല്ലോ നമ്മൾ BMWയിൽ കയറാൻ പോവാണ്. അത് BMW ആണ്. ദാറ്റ് ഇസ് ബോഡി, മൈൻഡ് ആൻഡ് വേർഡ്. ആ 3 കാര്യങ്ങളാണ് ഞാൻ എപ്പോഴും പറയാറ്. ബോഡിക്ക് നമ്മൾ എക്സസൈസ് ചെയ്യണം, ബോഡിക്ക് സ്ട്രെച്ച് എക്സസൈസസ് തന്നെ ചെയ്യണം, യോഗ ചെയ്യണം, ഓടണം, ചാടണം, വാട്ട് എവർ ഇറ്റ് ടേക്സ്. ആ റിലാക്സേഷൻ ടെക്നിക്സ് റെഗുലർ ആയിട്ട് ചെയ്യുക. രണ്ടാമത്തത് മൈൻഡാണ്. ദാറ്റ്സ് ദ പോസിറ്റിവിറ്റി ഓഫ് യുവർ തോട്ട്. അതിപ്പോ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു കറേജ് തോട്ടാണ്. എന്ന് മാത്രമല്ല, ഞാൻ എപ്പോഴും എന്റെ സ്റ്റുഡൻസിനൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്, പരീക്ഷയ്ക്ക് പോകാൻ സ്ട്രെസ്ഡ് ഔട്ട് ആണെന്ന് തോന്നിയാല് 2 കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്നതിന്റെ 4 ഇരട്ടി എക്സെയിൽ ചെയ്യുക ആ ടൈം. അപ്പൊ അത് നമ്മുടെ പ്രാണായാമം ചെയ്യുന്നത് പോലെ തന്നെ. അപ്പൊ 4 times എക്സലേഷൻ, കാർബൺ ഡൈ ഓക്സൈഡ് വാഷ് ഔട്ട് ചെയ്യുക എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തത് പിന്നെ ഈ ചിരിക്കുക. നമ്മൾ മനഃപൂർവ്വം ചിരിക്കുക. അതുകൊണ്ടാണ് ലാഫ് ഡെലിബറേറ്റ്ലി എന്ന് പറയുന്നത്. നമ്മൾ ചിരിക്കും തോറും നമ്മുടെ ഫേഷ്യൽ മസിൽസ് സ്ട്രെച്ച് ആയാൽ നമ്മുടെ ബ്രെയിൻ സെൻസ് ചെയ്യുന്ന ഇയാൾ ഹാപ്പി ആണെന്ന്. ബ്രെയിൻ അറിഞ്ഞുകൂടല്ലോ നമ്മൾ എന്തിനാ ചിരിക്കണേന്ന്. മനഃപൂർവ്വം കണ്ണാടിയുടെ മുമ്പിൽ നോക്കി നിന്ന് ചിരിച്ചാലും facial muscles stretch aya, upper brain is thinking that you are happy, and if you are happy, brain is going to release happy hormones, not sad hormones. Adonna രണ്ടാമത്തത് നമ്മളിപ്പോ ഈ ജെനറ്റിക്കലി നമുക്ക് സൈക്കോളജിയിൽ ഈ ഒരു പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ് നമ്മുടെ ഈ റേജ് റിയാക്ഷൻ അല്ലെ നമ്മുടെ ഈ ആങ്സൈറ്റി സിംറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നത്. ആ ഭാഗത്തിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ആ ഭാഗത്തിനെ കൺട്രോൾ ചെയ്യാൻ ഉള്ള ഏറ്റവും നല്ല കാര്യം മെഡിറ്റേഷൻ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ആജ്ഞാചക്രത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യൂ എന്നൊക്കെ പറയുന്നത് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ. അപ്പൊ നമ്മൾ അവിടെ എത്ര കണ്ട് മെഡിറ്റേറ്റ് ചെയ്യുമോ അതിന്റെ പവർ നമ്മൾ കുറയ്ക്കുകയാണ്. അവിടുത്തെ ആ ഭാഗത്തിന് സ്ട്രെസ്സിനോടുള്ള റെസ്പോൺസ് നമ്മൾ കുറയ്ക്കുകയാണ്. എന്ന് മാത്രമല്ല, ഞാൻ അതിന്റെ മെഡിക്കൽ സൈഡിലോട്ട് ഒത്തിരി ഒന്നും പോകുന്നില്ല. കനാബിനോയിഡ് റിസപ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില റിസപ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. ദാറ്റ് വിൽ എക്സ്പ്രസ് ഹാപ്പി ഹോർമോൺസ് അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ കൊച്ചിലെ മുതൽ മെഡിറ്റേറ്റ് ചെയ്യുന്ന കുഞ്ഞിലെ മുതൽ മെഡിറ്റേഷൻ പഠിപ്പിക്കുന്ന പിള്ളേർ അധികം സ്ട്രെസ്ഡ് ഔട്ട് ആവില്ല എന്ന് പറയുന്നത്. കാരണം അവരുടെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് അപ്പോഴേ ഡൾ ആവുകയാണ് ഈ മെഡിറ്റേറ്റ് ചെയ്യുന്നതോറും. അപ്പൊ ഇനിയിപ്പോ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ നമ്മുടെ പ്രായത്തിലൊക്കെ ഇനിയും പോയി അങ്ങനെ കുത്തിയിരിക്കാനൊന്നും എനിക്ക് പറ്റണില്ല എന്നാണെങ്കിൽ അങ്ങനെ ഇരിക്കുമൊന്നും വേണ്ട, പാട്ട് കേട്ടാൽ മതി. വാട്ട് എവർ makes you completely forget yourself. A good sexual activity is a good meditation. A good set of songs is a good meditation. Appo whatever makes you relax
ഇറ്റ്സ് എ ഗുഡ് മെഡിറ്റേഷൻ. യു ജസ്റ്റ് ഹാവ് ടു ഡു ഇറ്റ്. അതൊന്ന്. രണ്ടാമത്തെ പിന്നുള്ളത് വേർഡാണ്, W. അത് മന്ത്രങ്ങളാണ്. മന്ത്രങ്ങൾക്ക് ഭയങ്കര ഇഫക്റ്റ് ആണ്. അത് ഓംകാരം ജപിക്കാൻ. അപ്പൊ ഓംകാരം ജപിക്കുന്നതിന് 2 ഗുണമാണ്. ഒന്ന്, ഈ എക്സലേഷൻ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഡീപ്പ് ഇൻഹലേഷൻ കഴിഞ്ഞിട്ട് ഒരു അത്രയും നീട്ടത്തിലാണ് നമ്മൾ എക്സൈൽ ചെയ്യുന്നത് ഓം എന്ന് പറയുമ്പോൾ. അപ്പൊ എത്ര പിടിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമോ, ഓംകാരത്തിന് ആ വേർഡിന്റെ ഇഫക്റ്റ് ഉണ്ട്, ആ ഒരു പിന്നെ എന്താണ് നീണ്ട എക്സലേഷൻ പ്രാണായാമത്തിന്റെ ബെനിഫിറ്റ് ഉണ്ട്. അതുകൂടാതെ സൗണ്ടിന്റെ ഗുണമുണ്ട്. ഭ്രാമരി എന്നൊക്കെ പറയാം, നമ്മളിങ്ങനെ വെറുതെ വണ്ട് മൂളുന്ന പോലെ മൂളിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ആ വൈബ്രേറ്ററി ഇഫക്റ്റ് ഉണ്ട്. ഈ വൈബ്രേഷൻ ഇസ് എ ഗ്രേറ്റ് വേ ടു കൺട്രോൾ യുവർ തോട്ട്സ് ആൻഡ് ബ്രെയിൻ. അപ്പൊ BMW തന്നെയാണ് അതിനുള്ള ആൻസർ. ബോഡി, മൈൻഡ് ആൻഡ് വേർഡ്, ഇത് 3 ചെയ്യൂ റെഗുലർ ആയിട്ട്. ഒരു മാസം 2-3 മാസം ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ കാണാൻ നമ്മുടെ കോർട്ടിസോൾ അത്രയൊന്നും അങ്ങോട്ട് റിലീസ് ആവില്ല, അത്രയും വലിയൊരു സ്ട്രെസ് റെസ്പോൺസ് വരില്ല. Who would like to ask the next question? Dr. Nisha, good evening. Good evening. You said that the current generation, in trying to bringing up their children, they are sort of practicing from being to doing to becoming. That's the initial part of your talk. You were saying that this is the attitude of the people nowadays, that you want your children to become such and such, so and so, like that. But is there any other way that you can motivate the children to become what you want them to be? Why do we motivate your children to be so and so? Because you want them to live a certain life, right? You want to make sure that they are economically okay, financially well, and their life will be good for tomorrow. But when we think of how we lived our life, right? I don't think we were forced into our professions. In every profession, even if you are a basket weaver, you have to be a good basket weaver. So in every profession, there is a way to get better. So, you know, if your kid is able to take it, I would say, okay, it's fine. You put him there, you kind of support him, let him go through it, let him take a little stress and become a whatever. The problem here is you pick a kid and put him in a profession where he has nothing to do with it. He never relates to it. ഞാൻ ഒരു നല്ല എക്സാമ്പിൾ പറയാം. എനിക്ക് അറിയുന്ന ഒരാള് മകളെ ആദ്യം എഞ്ചിനീയറിംഗിന് വിട്ടു. അത് കഴിഞ്ഞിട്ട് ആ കുട്ടി എഞ്ചിനീയറിംഗ് നിർത്തിയിട്ട് വന്ന് BCom-ന് പോയി. അടുത്ത കാലത്ത് ഈയിടെ കേട്ടു BCom-ഉം കളഞ്ഞിട്ട് അച്ഛൻ വീണ്ടും പൈസ കൊടുത്ത് മെഡിസിന് കൊണ്ടുപോയി ചേർത്തു. So what is happening to that kid? How is she going to come out in the world? ഇത് എന്ത് ചെയ്താലും ശരിയാവില്ല എന്നുള്ളത് പോലെയാ. നല്ല വെറുതെ ആ കുട്ടീനെ ആദ്യമേ BCom-ന് പോയി ഒരു നല്ല അക്കൗണ്ടന്റ് ആയി, പിന്നെ അവൾക്ക് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ, അതിൽ അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവൾക്കൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകാം. ഷീ ക്യാൻ ബി എനിത്തിങ് എൽസ്, റൈറ്റ്? അപ്പൊ ഏത് പ്രൊഫഷനിലാണെങ്കിലും ദർ ഇസ് എ വേ ടു ഇംപ്രൂവ് യുവർ സെൽഫ് ആൻഡ് ബിക്കം ഹയർ. നല്ലൊരു ഡാൻസർ ആയാൽ പോരെ. നല്ലൊരു ഡാൻസർ ആയാൽ ഏത് പ്രൊഫഷനിലും ഇപ്പം 1000-കണക്കിന് ആൾക്കാർ ഡോക്ടേഴ്സ് ആവും ഇല്ലേ? അതിൽ എത്ര പേര് നല്ല ഡോക്ടേഴ്സ് ആവും? നല്ല ഡോക്ടർ ആണെങ്കിൽ ഇറ്റ് ടേക്സ് എ ലോട്ട് മോർ എഫേർട്ട് എന്ന് പറഞ്ഞതുപോലെ ഏത് പ്രൊഫഷനിലും ഒരു നല്ല അക്കൗണ്ടന്റ് ആവണമെങ്കിൽ, ഒരു നല്ല കൺസ്ട്രക്ഷൻ കമ്പനി ഓൺ ചെയ്യണമെങ്കിൽ, എന്തിനായാലും ഇറ്റ് ടേക്സ് എ ലോട്ട് മോർ എഫേർട്ട്. അതിലല്ല കാര്യം. ഇറ്റ്സ് നോട്ട് അബൌട്ട് യു പിക്കിംഗ് എ പ്രൊഫഷൻ ഫോർ യുവർ ചൈൽഡ്. ഇറ്റ്സ് അബൌട്ട് ഹെൽപ്പിംഗ് ഹിം ഗ്രോ ടു ഹിസ് മാക്സിമം പൊട്ടൻഷ്യൽ. ഇതിനകത്ത് പ്രശ്നം പലപ്പോഴും വരുന്നത് എന്താണെന്ന് വെച്ചാൽ, അടിച്ചു പിടിച്ച് മക്കളെ ഇങ്ങനെയൊക്കെ ആക്കി അവർ സക്സസ്ഫുൾ ആവും എന്ന് നമ്മൾ വിചാരിക്കും. They don't. At the end of the day, അവരൊരു അത്യാവശ്യം ജോലിയൊക്കെ ചെയ്യും. പക്ഷെ അവരുടെ ആ പാഷൻ ഉള്ള പ്രൊഫഷൻ ആണ് അവർ എടുക്കുന്നതെങ്കിൽ ഒരുപക്ഷെ അവർ ഇതിലൊക്കെ ഒരുപാട് മിടുക്കരാവുമായിരുന്നു. ആ ഡോറാണ് നമ്മൾ ക്ലോസ് ചെയ്ത് വിടുന്നത്. ഞാനിപ്പോ എന്റെ മോൾക്ക് മെഡിസിൻ ഒക്കെ എൻട്രൻസ് എഴുതി ടെസ്റ്റ് എഴുതി കിട്ടിയത് കൊണ്ട് മെഡിസിന് പോയി. ബട്ട് ഞാൻ ഇപ്പോഴും അവളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യു ആർ എ ബെറ്റർ ഡാൻസർ. അത് ഡാൻസ് തന്നെ കണ്ടിന്യൂ ചെയ്യാനാ പറയുന്നത്. അപ്പൊ അത് ഓക്കെ, മെഡിസിൻ പഠിച്ചോട്ടെ, ദാറ്റ്സ് ഫൈൻ. പക്ഷെ ആ പാഷൻ പ്രൊഫഷൻ ആക്കാൻ പറ്റിയ ഇറ്റ്സ് എ ബിഗ് തിങ്. Attitude, identify and promote her in that. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം വാസ് ഡിവൈസ്ഡ് ബൈ ദ ബ്രിട്ടീഷ് കമ്പനീസ് ടു ക്രിയേറ്റ് ക്ലർക്സ് ഫോർ ദംസെൽസ്. ബ്രിട്ടൻ കോളനീസിൽ നിന്ന് ക്ലർക്സിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ കാണാതെ പഠിക്കുന്ന മെമ്മറി ബേസ്ഡ് എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ഇന്ത്യയിൽ. ഇപ്പോഴാണ് മോഡി സാർ അതൊന്നും മാറ്റാൻ നോക്കുന്നത്. ഇപ്പോഴാണ് നമ്മൾ ആ തരത്തിൽ നിന്ന് മാറി ഉള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്കൊക്കെ ഇന്ത്യയിൽ വരാൻ. ബട്ട് ഇറ്റ്സ് ഗോയിങ് ടു ടേക്ക് ടൈം. അപ്പൊ അതിന്റെ പ്രശ്നം വന്നാൽ നമ്മുടെ മക്കളെല്ലാം ഈ കാണാതെ പഠിക്കുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ വിക്ടിംസ് ആണ് ഇപ്പോഴും. കാണാതെ പഠിച്ച് ഇങ്ങനെ കുറെ പരീക്ഷയ്ക്ക്. അതുകൊണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് അതുകൊണ്ടൊന്നും ഒരു ഗുണമില്ല. അവരെ വെറുതെ വിട്ടിരുന്നെങ്കിൽ ഞാൻ ആ തൂക്കണാംകുരുവിയുടെ ഇത് കാണുമ്പോൾ ഒരു
തൂക്കണാങ്കുരുവിയുടെ കൂട് കണ്ടാൽ ഏത് എഞ്ചിനീയറെ കൊണ്ട് പറ്റും അത് ചെയ്യാൻ? അപ്പൊ ദർ ഇസ് എൻ ഇൻഹറന്റ് ഇന്റലിജൻസ് ഇൻ നേച്ചർ. ആ ഇന്റലിജൻസ് കണ്ടുപിടിക്കാൻ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഡസന്റ് അലൗ, അൺഫോർച്ചുനേറ്റ്ലി. Very true. So, lovely answer. So, can I ask Ajit Menon? I think he has a question to ask. Former Secretary and leading architect. Yeah, good evening, ma'am. Ma'am, I just want to know, like, there have been cases like you have people below 40 years having an heart attack, even though they have not had any previous history of heart attack, or they have not been diagnosed with anything like diabetes, nothing. So all that, the one reason could be stress, right? So I missed the beginning of your speech, but then did you, can you just say what is the real physical thing, what happens to them, why they do get a heart attack even though they had no other disease? ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ബ്ലോക്കേജ് ആണെന്നാണ് നമ്മൾ പലരും മനസ്സിലാക്കി വെച്ചേക്കുന്നത്. ഹാർട്ട് അറ്റാക്ക് ബ്ലോക്കേജ് അല്ല. അപ്പൊ ബ്ലോക്കേജ് ശരീരത്തിൽ ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഉള്ള പല കാര്യങ്ങൾ വേണം. നമുക്ക് പ്രഷർ വേണം, കൊളസ്ട്രോൾ വേണം, അല്ലെങ്കിൽ നമുക്ക് കൊഴുപ്പ് നമ്മുടെ രക്തത്തിൽ ആഡ് ചെയ്യണം, അങ്ങനെയൊക്കെ. അപ്പൊ അതൊക്കെയാണ് ബ്ലോക്കേജ്. ദാറ്റ് കോസസ് ബ്ലോക്കേജ്. ബട്ട് ഹാർട്ട് അറ്റാക്ക് ഇസ് നോട്ട് ബ്ലോക്കേജ്. യു ഡോണ്ട് ഹാവ് ടു ഹാവ് എ ബ്ലോക്കേജ് ടു ഹാവ് എ ഹാർട്ട് അറ്റാക്ക്. അതാണ് പ്രൈമർലി നമ്മൾ. അപ്പൊ ഈ ചെറുപ്പക്കാരിൽ പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് വലിയ ബ്ലോക്കേജ് ഒന്നുമില്ല, പക്ഷേ there is an inflammation inside their blood vessels. ആ ഇൻഫ്ലമേഷൻ ആണ് ഈ സ്ട്രെസ് ഒക്കെ കൊണ്ടുണ്ടാവുന്ന കാര്യം. നമ്മളിപ്പോ കൊറോണ വന്ന കാലത്ത് ഒരുപാട് പേർക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിരുന്നു. അവർക്ക് ബ്ലോക്കേജ് ഉണ്ടായിട്ടല്ല അവർക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായത്. ഈ സെയിം റീസൺ ആണ്. കാരണം കൊറോണ നമ്മുടെ ബ്ലഡ് വെസൽസിനകത്ത് ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും. അതുകൊണ്ടാണ് കൊറോണയുടെ കാലത്ത് എല്ലാവരും മഞ്ഞൾ കുടിക്കാൻ പറഞ്ഞത്, മഞ്ഞളിട്ട വെള്ളം കുടിക്കാൻ പറഞ്ഞത്. കാരണം മഞ്ഞൾ ഇസ് ദ ബിഗസ്റ്റ് ആന്റി ഇൻഫ്ലമേറ്ററി ദാറ്റ് യു നോ. അപ്പൊ ഈ ഞാൻ വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നാട്ടിലൊക്കെ ഒരു 10-50 വയസ്സാകുമ്പം പല സ്ത്രീകൾക്കും അൺഎക്സ്പ്ലെയിൻഡ് നീര്, ശരീരത്തെല്ലാം നീരാണ്. ഒരുപാട് സ്ത്രീകൾ ആ കംപ്ലൈന്റ് പറയാറുണ്ട്. അപ്പൊ ഈ മോഡേൺ മെഡിസിനിൽ അതിന് വലിയൊരു എക്സ്പ്ലനേഷൻ ഇല്ല. നീർക്കെട്ടാണ്, എല്ലായിടത്തും നീര്. അപ്പൊ എന്താ ചികിത്സ? നമ്മൾ ആയുർവേദത്തിൽ പോയി ഒന്ന് തിരുമും. അപ്പൊ തിരുമുമ്പം വാട്ട് ആർ ദേ ഡൂയിങ്? ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ ഓക്സിറ്റോസിൻ റിലീസ് ആണ്. അതൊരു നല്ല ഒന്നാന്തരം ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. അപ്പൊ തിരുമുമ്പോൾ അതൊരു ടച്ചാണ്. ടച്ചിങ് ഇസ് ലൈക്ക് ഇറ്റ്സ് ഗോയിങ് ടു സ്റ്റിമുലേറ്റ് നമ്മുടെ ആ ഒരു എന്താ റിലാക്സേഷൻ ഉണ്ടാക്കുന്നുണ്ട് പെരിഫറലി. അറ്റ് ദ സെയിം ടൈം ഇതുപോലെ ഞാൻ പറഞ്ഞ ഈ റിലാക്സേഷൻ ഹോർമോൺസ് എല്ലാം റിലീസ് ചെയ്യും. എന്നിട്ട് അതിന്റെ കൂടെ അവർ ഈ മൂത്രം പോകാനുള്ള കുറച്ച് മെഡിസിൻസ് ആണ് ഈ കഷായമായിട്ട് തരുന്നത്. അതും കൂടെ കുടിച്ചു കഴിയുമ്പോൾ ഈ നീരെല്ലാം ഇളകിപ്പോയി എന്ന് നമ്മൾ പറയും. അപ്പൊ ഈ ഇൻഫ്ലമേഷൻ ആണ് പ്രൈമർലി നമുക്ക് ഈ യങ് ഏജ് ഹാർട്ട് അറ്റാക്കിൽ അറ്റാക്ക് ചെയ്യേണ്ടത്. അപ്പൊ സ്ട്രെസ് ആ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നതിനുള്ള ഒരു കാരണമാണ് സ്ട്രെസ് എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ പ്രൈമർലി ദ പ്രോബ്ലം ഇസ് ദ ഇൻഫ്ലമേഷൻ. അപ്പൊ ഇൻഫ്ലമേഷൻ ഉണ്ടാവാൻ വേറെ കാരണങ്ങളുണ്ട്, നോട്ട് ഓൾവേസ് സ്ട്രെസ്. പക്ഷെ അതാണ് പ്രോബ്ലം. സോ അങ്ങനത്തെ ഉള്ളവരുടെ ട്രീറ്റ്മെന്റ്, അതുകൊണ്ടാണ് പിന്നെ കൊളസ്ട്രോൾ നോർമൽ ആണെങ്കിലും ചിലപ്പോൾ കൊളസ്ട്രോളിന്റെ മരുന്നുകൾ കഴിക്കാൻ ഡോക്ടേഴ്സ് പറയാറ്. കാരണം സ്റ്റാറ്റിൻസ് ഹാവ് ആൻ ആന്റി ഇൻഫ്ലമേറ്ററി റോൾ. അതില് ഡയറ്റ് വൈസ് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല 2 കാര്യങ്ങള് നമ്മുടെ മഞ്ഞളും ഈ എന്താണ് സിനമണിന് എന്താ മലയാളത്തിൽ പറയുന്ന പട്ട, കറുവപ്പട്ടയുമാണ് നല്ല ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള 2 സാധനങ്ങൾ. കറുവപ്പട്ട. Next question is from the other tall man. We have 3 tall men in our chapter. Vivek Shonai, I think, is one of the tallest. So he's a chartered accountant. And Vivek, please go ahead with your question. Thank you, Dr. Nisha. Very enlightening and very refreshing, 45 minutes of thing. My question has 2 parts, so I'll jump into it. We're getting late. One aspect is I'll just want to say a sloka, which is attributed to Chanakya. Pratah dyuta prasangena madhyani stri prasangat ratrau chora prasangena kalo gacchati dhimata. So this is, Chanakya's prescription for way of life. So first part of the question is, we are, as Sanatana Dharmis, moving away from our culture. So how does our culture play a good role in, de-stressing? That is part 1 of the question. The second part is, you expressed, opinion that, let the children do whatever they want, right? I agree with that. I have been trying that out with my daughter. I don't know how successful I have been. I think time will tell how successful that approach was. But there is always, nagging thought at the back of your mind. Look, do we need to do something? I'm all for letting the children do, whatever it is they want to do. But are we failing in our duty as parents by not guiding them? Where do we draw that line? Because, there's a very thin line between interference and guidance. So I'd like to hear your views on 2 very disparate topics. Thank you. Yeah.
ഗുഡ് ക്വസ്റ്റ്യൻസ് ആക്ച്വലി. ആദ്യത്തേത് പറയാം, സനാതന ധർമ്മത്തിന്റെ, അത് ആക്ച്വലി ടോക്ക് നീണ്ടുപോകുന്നോർത്ത് ഞാൻ പറയാതിരുന്നതാണ്. സനാതന ധർമ്മം വ്യക്തമായിട്ട് നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന്, ഓരോ പ്രായത്തിൽ എങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് പിന്നെ വർണ്ണാശ്രമ ധർമ്മങ്ങളുള്ളത്. ആശ്രമധർമ്മങ്ങളിലൂടെ തന്നെ നമ്മൾ ജീവിക്കണം. അപ്പൊ ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം എന്ന് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ആദ്യത്തെ 25 വർഷം നമ്മള് യു ബിക്കം എ ബെറ്റർ പേഴ്സൺ. അത് എഡ്യൂക്കേഷൻ വഴിക്കാണെങ്കിലും നമ്മുടെ സംസ്കരണം വഴിക്കാണെങ്കിലും അങ്ങനെ നമ്മളൊരു നല്ല വ്യക്തിയായെങ്കിൽ മാത്രമേ രണ്ടാമതൊരു വ്യക്തിയെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഉൾക്കൊള്ളാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ഗൃഹസ്ഥാശ്രമി ആകുന്നതിന് മുമ്പ് നമ്മൾ ബ്രഹ്മചര്യം കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്ന് പറയുന്നത്. അപ്പൊ ഗൃഹസ്ഥാശ്രമിയായി നമ്മൾ അപ്പൊ ഗൃഹസ്ഥാശ്രമി ആകുമ്പോൾ നമുക്ക് നമ്മളോട്, നമ്മുടെ കുടുംബത്തോട്, നമ്മുടെ സമൂഹത്തോട്, നമ്മുടെ മക്കളോട് ഒക്കെ ഒരു ബാധ്യതയുണ്ട്. ആ ബാധ്യത തീർക്കാൻ നമുക്ക് 50 വയസ്സ് വരെ സമയം തന്നിട്ടുള്ളൂ. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ 75 വയസ്സ് വരെയും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പലർക്കും ഈ 50 വയസ്സിൽ അത് തീർക്കാൻ പറ്റുന്നില്ല ഇപ്പോഴത്തെ രീതിയിൽ. കാരണം കുഞ്ഞുങ്ങൾ, കിഡ്സ് ആർ ബോൺ ലേറ്റ്, അവർ വളർന്നില്ല, അവരൊന്നും ആയില്ല. സോ വി നീഡ് ടു കണ്ടിന്യൂ പ്രൊട്ടക്ടിങ് ദം അണ്ടിൽ ദേ ഗെറ്റ് സംവെയർ. അതൊന്നും. അപ്പൊ ഈ 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ള 75 വയസ്സ് എന്ന് പറഞ്ഞാൽ പതുക്കെ പതുക്കെ മക്കളിലേക്ക് റെസ്പോൺസിബിലിറ്റീസ് കൊടുത്ത് നമുക്ക് ജീവിതത്തിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ തന്ന സമയമാണ്. ആ വിഡ്രോവൽ ഇസ് ഇൻ എ ഗുഡ് വേ. വിഡ്രോവൽ ഇസ് നോട്ട് ലൈക്ക് നമ്മൾ സന്യാസി ആവണം എന്നല്ല പറയണേ. ആ പോയിന്റിൽ യു ലീവ് ഫോർ യുവർ സെൽഫ് എന്നുള്ളതാണ്. വാനപ്രസ്ഥത്തിന്റെയോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ലൈഫിന്റെയോ ഇതുപോലുള്ള ഗ്രൂപ്പുകളുടെയോ ഒക്കെ പ്രസക്തി അന്നേരമാണ്. ദാറ്റ് ഈസ് വെൻ യു ലീവ് ഫോർ യുവർ സെൽഫ്. നമുക്ക് ജീവിതത്തെ, കാരണം ബ്രഹ്മചര്യം ആകുമ്പോൾ നമ്മൾ വി ആർ സ്റ്റിൽ ഗ്രോയിങ്. പിന്നെ ഈ ഗൃഹസ്ഥാശ്രമി ആകുമ്പോൾ വി ഹാവ് ഗ്രോൺ, പക്ഷെ നമുക്ക് അന്നേരം നമുക്ക് വേണ്ടി ടൈമില്ല. വാനപ്രസ്ഥം ഇറ്റ്സ് ലൈക്ക് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മൾ തിരിഞ്ഞു നിന്ന് നമ്മുടെ ഒപ്പം 400 മീറ്റർ ഓടിയിട്ട് എത്താൻ പറ്റാതെ കിടക്കുന്ന കുറെ മനുഷ്യരുണ്ട്. അവരെയും കൂടെ ഒപ്പം ഒന്ന് കൈപിടിച്ച് സഹായിക്കേണ്ട ഒരു സമയമാണ് ആ വാനപ്രസ്ഥം. അത് കഴിഞ്ഞാൽ യു റിട്ടയർ ഫ്രം ലൈഫ് ബിക്കോസ് പിന്നെ വി ഹാവ് ടു മൂവ് ഓൺ ആൻഡ് ലെറ്റ് ദ വേൾഡ് ബിലോങ് ടു ഹൂ ഇറ്റ് ബിലോങ്സ് ടു. പുറകെ വരുന്നവർക്ക് വേണ്ടി വഴിമാറി കൊടുക്കേണ്ട, അത് ഗ്രേഷ്യസ്ലി വഴിമാറി കൊടുക്കാൻ നമുക്ക് പറ്റണം 25 വയസ്സിന് ശേഷം. അപ്പൊ അതാണ് സനാതന ധർമ്മികൾ എന്നുള്ള രീതിയിൽ ഈ ജീവിതത്തെ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതിനുള്ള ആൻസർ. പിന്നെ മക്കളെ ഗൈഡ് ചെയ്യുന്നതിൽ ഒരിക്കലും ഗൈഡ് ചെയ്തതെന്ന് ഞാൻ പറയില്ല. ഗൈഡ് ചെയ്യണം, ചിലപ്പോൾ ഒക്കെ നിയന്ത്രിക്കുകയും വേണം. പക്ഷെ ആ ചോയ്സ് ഷുഡ് ബി ദേഴ്സ് എന്നാണ് ഞാൻ പറയുന്നത്. നമ്മള് യു ഡോണ്ട് സ്പൂൺ ഫീഡ് ദം. ഇപ്പൊ ഒരുപാട് സ്പൂൺ ഫീഡിങ് ഉണ്ട്. 3ാം ക്ലാസ് ആകുമ്പോഴേ അച്ഛനും അമ്മയും തീരുമാനിക്കുക എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം. ആ കുട്ടിയെ നമ്മള് ചിന്തിക്കാൻ അനുവദിക്കുന്നില്ല വാട്ട് ഹി വാണ്ട്സ്. അപ്പൊ അതല്ലാണ്ട് നമ്മൾ ഒരിക്കലും അവരെ ഗൈഡ് ചെയ്യാതിരിക്കണം എന്ന് പറയുന്നില്ല. ഈ ഇപ്പൊ എന്റെ മോളൊക്കെ 12th ആകുമ്പോൾ പോലും ഞാൻ പറയായിരുന്നു കീപ് തിങ്കിങ്, നമുക്ക് ചോയ്സ് ഒന്നും എടുക്കണ്ട, നമുക്ക് ഇപ്പോൾ തീരുമാനിക്കേണ്ട വാട്ട് യു ആർ ഗോയിങ് ടു ഡു. അപ്പൊ അത് 16 വയസ്സിൽ പോലും എനിക്ക് തോന്നുന്നില്ല കുട്ടികൾക്ക് ആ ചോയ്സ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ അമേരിക്കയിലൊക്കെ തന്നെ ഈ യങ് പ്രൊഫഷണൽ ടോക്സിലൊക്കെ പോകുമ്പോൾ ചോദിക്കാറുണ്ട് കുട്ടികളോട്, നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന പ്രൊഫഷൻ വിട്ട് വേറൊന്നും ചെയ്യാൻ ഒരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ എത്ര പേര് പോകുന്നത്? ഇൻവേരിയബിളി 95% ആൾക്കാരും കൈവക്കും. ബിക്കോസ് ദേ മെയ്ഡ് ദാറ്റ് പ്രൊഫഷണൽ ചോയ്സ് അറ്റ് എ ടൈം വെൻ ദേ ഹാഡ് നോ ക്ലൂ വാട്ട് ദിസ് നോൺസെൻസ് ഇസ് ഗോയിങ് ടു ബി. അതിന് ഇപ്പൊ ഒക്കെ തന്നെ നമ്മൾ പലരോടും ചോദിച്ചാൽ നമ്മൾ പറയില്ലേ വേറൊരു ജോലി ചിലപ്പോൾ ചെയ്യായിരുന്നു എന്ന്. ഇപ്പൊ നമ്മൾ ഇതങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്ന വി ഗോട്ട് കംഫർട്ടബിൾ വിത്ത് ഇറ്റ്. പക്ഷെ മക്കളെ ഗൈഡ് ചെയ്യണം, നിയന്ത്രിക്കണം, അതിനൊന്നും ഒരു തെറ്റുമില്ല. അത് ചെയ്യണം ആസ് പേരൻസ്. അങ്ങനെ കാളെ അഴിച്ചു വിടാനും അല്ല നമ്മൾ ഈ പറയണത്. പക്ഷെ ടു പിക്ക് വാട്ട് ദേ വോണ്ട് ആൻഡ് ദെൻ കൈൻഡ് ഓഫ് ടെൽ ദം ഗോ ടു ദിസ് യൂണിവേഴ്സിറ്റി, ഡു ദിസ്, ഡു അതിലെങ്ങനെ നന്നാവാമെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ജോലി നമുക്കുണ്ട് ആസ് പേരൻസ്. I think one more comment on that is that, children should be taught to read scriptures and enjoy and imbibe from them. That is something that we as responsible individuals have. That somewhere along the line, I think we have lost, because Bhagavad Gita is one of the greatest de-stressors. ഒരു ജനറേഷൻ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഒരു ജനറേഷൻ, ഇപ്പൊ എന്റെ അച്ഛന്റെ ഒക്കെ ജനറേഷൻ കേരളത്തിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ എല്ലാവരും കമ്മ്യൂണിസത്തെ കയറി പിടിച്ചു. എല്ലാവരും വളരെ ട്രഡീഷണൽ കുടുംബങ്ങളിൽ വന്നവർ പോലും എല്ലാവരും പേരിന്റെ വാലും മുറിച്ചു കളഞ്ഞ് എല്ലാവരും കമ്മ്യൂണിസ്റ്റായി. ആർക്കും അമ്പലത്തിൽ പോയാൽ തൊഴില്ല, ഭഗവാനെ നോക്കില്ല. നമ്മള് ലിബറൽ ആകുന്നതിന്റെ ഭാഗമായിട്ട് വി ലോസ്റ്റ് അവർ സ്ക്രിപ്റ്റേഴ്സ്. ഇപ്പൊ അതിലേക്ക് തിരിച്ചു പിടിക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ബിക്കോസ് സ്ട്രക്ചറായിട്ട് നമുക്ക് പഠിപ്പിക്കാൻ ആരുമില്ല. ഇപ്പൊ ആരെ പഠിപ്പിക്കണേ? ഇതൊക്കെ നമുക്കൊക്കെ തന്നെ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ആര് പഠിപ്പിക്കാനാ? ഹു ഇസ് ഗോയിങ് ടു ടീച്ച് us all this? അപ്പൊ ഞങ്ങളൊക്കെ ഇപ്പൊ ഈ മൈ പ്രിൻസസ് ഫൗണ്ടേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, ആ പെൺകുട്ടികളെ ഞങ്ങൾ എടുത്ത്, എനിക്ക് അവരെ ഹിന്ദുയിസം പഠിപ്പിക്കുക വേണ്ടത്. പക്ഷെ ഹിന്ദുയിസം പഠിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കുട്ടിയെ കിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് കോളേജിൽ പോകാൻ ഞങ്ങൾ പൈസ തരുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മുടെ ഫോൾഡിൽ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ അതാ ചെയ്തോണ്ടിരിക്കുന്നത്. സൺഡേസ് ഞങ്ങൾ ഈ ടോക്സ് ഒക്കെ പിള്ളേർക്ക് കൊടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഇപ്പൊ പിള്ളേർക്ക് ഭയങ്കര അഭിമാനം. അതെ, ദേ ആർ ഹിന്ദു. ഞങ്ങൾ ശിവരാത്രി ആഘോഷിക്കുന്നു, നമ്മുടെ സെലിബ്രേഷൻസ് എല്ലാം ചെയ്യുന്നു, അതിന്റെ റീസൺസ് പറഞ്ഞു കൊടുക്കുന്നു. അതല്ലെങ്കിൽ കൺവേർട്ട് ചെയ്തു പോകുന്ന ഒരു ഗ്രൂപ്പാണിത്. കാരണം അവർക്ക് സാമ്പത്തികം ഇല്ല,
പിന്നെ സാമൂഹികയിലോ ഒന്നുമില്ല. ഇപ്പൊ നമ്മളെ പോലുള്ളവരുടെ കൂടെ ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഹിന്ദു ആണെന്ന് പറയാൻ അവർക്ക് അഭിമാനക്കുറവില്ല. മറ്റൊരു അഭിമാനക്കുറവും കൂടിയാണ്. ദേ ഡിസോൺ ഹിന്ദുയിസം. ഇതിന്റെ ഇത് നല്ലതാണെന്ന് പോലും അവർക്ക് ആരും പറഞ്ഞു കൊടുക്കണില്ലല്ലോ. ഞാൻ പറയുന്നത് നിങ്ങളെ പോലുള്ള ഒരു സമൂഹത്തിൽ ഇറങ്ങി ബോൾഡ് ഹിന്ദുസ് ആണെന്ന് കാണിച്ചു കൊടുക്കണം. സമൂഹത്തിൽ നിലവാരമുള്ളവര് കുറിയിട്ട് പുറത്തിറങ്ങാനും ഹിന്ദു ആണെന്ന് കൊടി പിടിക്കാനും നമ്മൾ ധൈര്യം കാണിച്ചാൽ then the lower middle class will come with you. Upper middle class has to prove this. Completely agree. Thank you. We'll take one more last question. I'd like to ask something. Dr. Nisha Pillai is coming up with this Tharwad homes. അപ്പൊ അതിന്റെ പുറകിലുള്ള ചേതോവികാരം ഒരു ബിസിനസ് വുമൺ എന്ന രീതിയിലും കൂടെ നിഷ പിള്ള വരികയാണ്. അതേസമയം ഒരു സർവീസ് സെന്റർ. വാട്ട് എക്സാക്ട്ലി ആർ യു ഗോയിങ് ടു ഡു അറ്റ് ദിസ് തറവാഡ് ഹോംസ്? ഈസ് ഇറ്റ് ഡിഫറെന്റ് ഫ്രം ദി നോർമൽ ഓൾഡ് ഏജ് ഹോംസ്? എന്താണ് അതൊന്ന് ഇലാബറേറ്റ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? തറവാടിനെ ഒരു ഓൾഡ് ഏജ് ഹോം എന്ന് വിളിക്കാൻ ഇഷ്ടമില്ല. ഹിന്ദു ഇക്കണോമിക് ഫോറത്തിൽ തന്നെ എൻ്റെ ഒരു പാർട്ട്ണർ ഉണ്ട്, മണികണ്ഠൻ സാർ ഉണ്ട് ഇവിടെ. തറവാട് ഹോംസിനെ നമ്മൾ ഒരു ഓൾഡ് ഏജ് ഹോം ഒന്നാമതേ അതിനെ അങ്ങനെ വിളിച്ചിട്ടേ ഇല്ല. അതിനെ ഒരു റിട്ടയർമെന്റ് ഹോം, ഒരു കമ്മ്യൂണിറ്റി ഹോം, ഒരു അസിസ്റ്റഡ് ലിവിംഗ് എന്നൊക്കെയാണ്. അത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെയാണ്, ലോൺലിനെസ് ആൻഡ് മോണോട്ടണിയാണ് 50 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം എല്ലാവരുടെയും മക്കൾ വലുതായി പോയി. ഇന്നത്തെ കാലത്ത് പേരൻസിന് മക്കളുടെ കൂടെ ജീവിക്കണമെങ്കിൽ പോലും മക്കൾക്ക് പേരൻസിന്റെ കൂടെ ജീവിക്കേണ്ട എന്ന് മാത്രമല്ല, നമ്മൾ സിക്ക് ആൻഡ് നമുക്ക് കുറച്ചും കൂടെ വയ്യാണ്ടാവും. ഇപ്പൊ നമുക്ക് എഴുന്നേറ്റൊക്കെ നടക്കാൻ നമുക്ക് എറണാകുളത്ത് ഒരു അപ്പാർട്ട്മെന്റ്, നമുക്ക് ഈ കമ്പനിയൊക്കെ ഉണ്ട്, നമുക്ക് ജോലിയുണ്ട്, ഫൈൻ. പക്ഷെ എത്ര നാൾ നമ്മൾ ഈ വണ്ടി ഓടിക്കണം? അതും കൂടെ ഉണ്ട്. ലൈക്ക് അറ്റ് സം പോയിന്റ് യു ഷുഡ് ബി ഏബിൾ ടു സിറ്റ് ബാക്ക് ആൻഡ് ലുക്ക് അറ്റ് യുവർ ലൈഫ് ആൻഡ് എൻജോയ് ദിസ്. അപ്പോൾ അതിനുള്ള ഒരു എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് തറവാടിന്റെ കൺസെപ്റ്റ്. അതൊരു ഓൾഡ് ഏജ് ഹോമേ അല്ല. എന്നുകൊണ്ട് നമ്മൾ ആരും ഓൾഡ് ആവില്ലേ? ഓൾഡ് ആവും. ഓൾഡ് ആകുന്ന സമയത്ത് നിങ്ങളെ ടേക്ക് കെയർ ചെയ്യാൻ അതിനോട് ചേർന്ന് ഒരു സബ് അക്യൂട്ട് ഫെസിലിറ്റിയും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. അവിടെ ആണ് നിങ്ങൾ കിടപ്പായി പോയാൽ, നിങ്ങൾക്ക് എണീറ്റ് നടക്കാൻ വയ്യാതായാൽ, നിങ്ങൾക്ക് ഡയപ്പർ മാറ്റേണ്ട അവസ്ഥ വന്നാൽ അവിടെ നിങ്ങൾക്ക് ആ കെയർ അത് വേറെ കിട്ടും. പക്ഷെ തറവാട് ഇസ് നോട്ട് ദാറ്റ്. തറവാട് ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വൈകുന്നേരം 2 ഡ്രിങ്ക് എടുക്കണോ, ഇപ്പൊ ഹരിയേട്ടൻ പറഞ്ഞ പോലെ 2 ഡ്രിങ്ക് എടുക്കണോ, പാട്ട് പാടണോ, ഡാൻസ് കളിക്കണോ, നമുക്കൊന്നിച്ചൊരു ടൂറ് പോകണോ, നമുക്ക് നല്ല വിഷയങ്ങൾ സംസാരിക്കണോ, നല്ല ബുക്സ് വായിക്കണോ, ഇനി അതും കൂടാതെ ഒരു ബിസിനസ് സെന്ററും കൂടെ ഉണ്ടാവും അതിനകത്ത്. നിങ്ങൾക്ക് കുറച്ചൊക്കെ ജോലി ചെയ്യണം. ബിക്കോസ് നമുക്കാർക്കും റിട്ടയർ ചെയ്തിരിക്കണ്ടല്ലോ. വി ഓൾ വോണ്ട് ടു ഡു സംതിങ് അല്ലേ? അപ്പൊ അവിടെ ഒരു ബിസിനസ് സെന്റർ ഉണ്ടാവും. യു ഡു സംതിങ്. ഇപ്പൊ ഭാര്യമാരൊക്കെ ആണെങ്കിൽ നമ്മൾ കുറെ പിക്കിൾ ഇടുക. ഇപ്പൊ നമ്മുടെയൊക്കെ തന്നെ മക്കൾ എറണാകുളത്തും വേറെ എവിടെയെങ്കിലും ഒക്കെ താമസിക്കുന്നുണ്ടെങ്കിൽ വിശേഷങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് ഈ തറവാട്ടമ്മമാര് ഫുഡ് ഉണ്ടാക്കി അവിടെ കൊണ്ട് കൊടുക്കുക. കുഞ്ഞുങ്ങൾക്ക് ഒരു സമാധാനം ആകുമ്പോൾ അവർക്ക് കൊച്ചു പിള്ളേരൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ സ്കൂൾ കുട്ടികളെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരിക. where we can be grandparents for them. നമ്മുടെ സ്കൂളുകൾ, ഹിന്ദു സ്കൂളുകളും ഒക്കെ ആയിട്ട് ടൈഅപ്പുകൾ ഉണ്ടാക്കുക. ഇതൊരു ഹിന്ദു റിട്ടയർമെന്റ് ഹോമായിട്ട് നടത്തണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷെ ബിസിനസ് ഇസ് ബിസിനസ്. ഹിന്ദുക്കൾ വന്നാൽ ഞങ്ങൾ അത് ഹിന്ദു ഹോമായിട്ട് നടത്തും. അതിന് സുപ്രഭാതം മുതൽ ഹരിവരാസനം വരെ എന്നാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ തരത്തില് വി ഹാവ് ടു ഹാവ് ദ കമ്മ്യൂണിറ്റി. അതല്ലെങ്കിൽ വിൽ ഹാവ് ടു. ക്രിസ്ത്യൻസിന്റെ സൈഡിൽ നിന്ന് ഒരുപാട് ഡിമാൻഡ് ഉണ്ട് അതിന്. പക്ഷെ ഞങ്ങൾ ഇതുവരെ ക്രിസ്ത്യൻസിന് വേണ്ടി അത് ഓപ്പൺ അപ്പ് ചെയ്തിട്ടില്ല. കാരണം ഒരുപാട് പള്ളികളുടെ സ്ഥാപനങ്ങളുണ്ട്. ഇത്തരം സ്ഥാപനങ്ങൾ ഇല്ലാത്തത് നമ്മുടെ ആൾക്കാർക്കാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം അത് ഫോർ ഹിന്ദുസ് എന്നുള്ള രീതിയിലാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഒരു ടൈപ്പ് ഓഫ് ഫുഡ്, ഇതിപ്പോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുറെ സമയം കുക്ക് ചെയ്തും ക്ലീൻ ചെയ്തും അങ്ങനെയൊക്കെ അങ്ങ് പോവുകയാണ്. അപ്പൊ നമ്മളൊരു ഗ്രൂപ്പായിട്ട് എന്ന് മാത്രമല്ല, ഇപ്പൊ നമുക്കൊരു ജോലിക്കാരൻ വേണം, ഒരു ഡ്രൈവർ വേണം. ഇതിനെയൊക്കെ നമ്മൾ ഓരോരുത്തരും മെയിൻറ്റെയിൻ ചെയ്യുന്നതിലും വളരെ എളുപ്പമാണ് വെൻ വി ഹാവ് ഇറ്റ് ആസ് എ ഗ്രൂപ്പ്. ഇപ്പൊ എന്നും എല്ലാവർക്കും ഒരു ഡ്രൈവറെ ആവശ്യമില്ലല്ലോ, അല്ലെ എന്നും എല്ലാവർക്കും ഒരു ജോലിക്കാരിയെ വേണ്ടല്ലോ. പക്ഷെ അവിടെ നിങ്ങളെ നോക്കാൻ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ് ഉണ്ടാവും. നിങ്ങളുടെ ലോണ്ടറി, നിങ്ങളുടെ ഫുഡ്, 3 നേരത്തെ ഭക്ഷണം, എവറിത്തിങ് വിൽ ബി ഡൺ. പിന്നെ യു വിൽ ഹാവ് ടൈം ടു റിലാക്സ്, ഡു ദ തിങ്സ് ദാറ്റ് യു ലൈക്ക്. ബിസിനസ് സെന്റർ ഉണ്ട്. ഇഫ് യു വോണ്ട് ടു ഡു പാർട്ട് ടൈം ജോബ് അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ നമ്മുടെ അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് അറ്റ് സം പോയിന്റ് ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു ഹാൻഡിൽ, ഇപ്പൊ നമ്മൾ ഒന്നിച്ച് ടൂർ പോവുക, അങ്ങനത്തെ കുറെ ആക്ടിവിറ്റീസ്, ഒരു ഫുൾ ചോക്ക് പ്രോഗ്രാംസ് ആണ് നമ്മൾ കലണ്ടർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതെല്ലാം നിങ്ങളുടെ മക്കൾക്ക് കാണാനുള്ള തറവാട് ആപ്പും ഉണ്ടാവും. നിങ്ങൾ എന്താ ചെയ്യുന്നതെന്നുള്ളത് തറവാട് ആപ്പിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വിദേശത്ത് എവിടെയൊക്കെയാണോ അവതരിക്കുന്നത് അവിടെ ഇരുന്ന് കാണാം. Morning, Nisha ma'am. Firstly, I thank you for accepting our invitation and giving us such a wonderful talk. It was really motivating and very informative.